ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വൈവിധ്യങ്ങൾ തേടുന്നവരാണ് നമ്മൾ. ഓരോ ജില്ലക്കാരും അങ്ങനെ അവർക്ക് തനതായി എടുത്തു പറയാൻ കഴിയാവുന്ന ഏതെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏറ്റവും പ്രിയമേറിയ ഒരു വിഭവത്തിന്റെ വിശേഷത്തിലേക്കാണ് ചറുമുറു. ചറുമുറു എന്താണെന്നല്ലേ? ചറുമുറുവിന്റെ വിശേഷങ്ങൾ തേടിയാണ് അരുൺ പാറക്കലിന്റെ ഇന്നത്തെ യാത്ര. നമ്മൾ മലയാളികൾ എപ്പോഴും ഭക്ഷണപ്രിയരല്ലേ. വെറൈറ്റി ദോശയ്ക്ക് വേണ്ടി, വെറൈറ്റി ചായയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കിലോമീറ്ററുകളോളം വാഹനവും എടുത്ത് സഞ്ചരിക്കാറുള്ള ആളുകളാണ് മലയാളികൾ. കാസർകോട്ടും അത്തരത്തിലൊരു വിഭവമുണ്ട്. പേര് ചറുമുറു. കർണാടകയിൽ നിന്നാണ് ഈ വിഭവം ഇവിടേക്ക് എത്തിയതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ചറുമുറുവിന് വേണ്ടി കിലോമീറ്ററുകളാണ് കാസർഗോഡ് ജില്ലക്കാർ സഞ്ചരിക്കുക. നമുക്ക് അവരുടെ ആ ചെറുമുറു എന്താണെന്നും അതിൻ്റെ റെസിപ്പി എന്താണെന്നും ഒക്കെ കണ്ടു നോക്കാം. ഏതെങ്കിലും ചെറിയൊരു തട്ടുകടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ കടകളിലൊന്നും കാസർഗോഡ് കിട്ടില്ല. ചെറിയ ചെറിയ തട്ടുകടകളിലോ വൈകുന്നേരങ്ങളിൽ തുറക്കുന്ന കടകളിലോ മാത്രമാണ് ഇത് കിട്ടുക. ഇപ്പോൾ നമ്മളൊരു കടയിലെത്തിയിട്ടുണ്ട്, നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ നമ്മൾ കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ട ചറുമുറു തേടി ഇവിടെ ഒരു പൈക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ ആദ്യം കണ്ട ഒരു തട്ടുകടയിൽ തന്നെ നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു തട്ടുകട സെറ്റപ്പാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, ഒപ്പം ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പൈനാപ്പിൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പുഴുങ്ങിയ കാടമുട്ട, കോഴിമുട്ടയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ചറുമുറു ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ചറുമുറു ഏകദേശം 5 ഐറ്റംസ് ഉണ്ട്. ബുൾബുൾ ചറുമുറു, സൂപ്പ് ചറുമുറു, ബുൾസൈ ചറുമുറു, പിന്നെ പിരി ചറുമുറു, അങ്ങനത്തെ ഐറ്റംസുകളെല്ലാം ഉണ്ട്. പിന്നെ ഓംലെറ്റ് ഇട്ടിട്ട് ചറുമുറുണ്ട്. ഇതിലൊക്കെ എല്ലാം സൂപ്പ് ആഡാക്കും, അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ചിക്കൻ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. ചറുമുറു ഏകദേശം എല്ലാവർക്കും അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും അതിൻ്റെതായ ഒരു രസത്തിൽ ടൈം പാസും അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടുള്ള സാധനമാണ്. പിന്നെ സൂപ്പൊക്കെ വയ്ക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അത് ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ട ഇടും, എഗ്ഗ്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് പൊടിയാക്കണം. പൊങ്ങിയ മുട്ടാണ് കേട്ടോ, അത് പൊടിക്കുക. പിന്നെ രണ്ടാമതായിട്ട് ഉള്ളി, പിന്നെ തക്കാളി, പിന്നെ ക്യാരറ്റ്, മല്ലിച്ചപ്പ്. പിന്നെ അതിലേക്ക് ഉപ്പിടുക, മുളക് പൊടി, പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ, പിന്നെ ചെറുനാരങ്ങ പീസ്, പിന്നെ ജസ്റ്റ് മിക്സാക്കുക. പൊരി ഇത് അതിൻ്റെ മുകളിലേക്ക് സൂപ്പ് വയ്ക്കലുണ്ട്. ഇത് മട്ടൺ സൂപ്പ്. ചറുമുറു പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ്. ഇവിടുത്തെ ബുൾസൈ സൂപ്പൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ നല്ല പാങ്ങാണ്. സ്ഥിരം വരുന്നതാണ് നമ്മൾ എല്ലാവരും. നല്ല അടിപൊളി സാധനമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണോ? കാസർഗോഡുള്ളതാണോ ഈ വിഭവം? കുറേ കാലമായിട്ടുള്ളതാണ് ഈ കാസർഗോഡ്. ഇതൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ദിവസം വരും, ദിവസം കഴിച്ചിട്ട് നല്ല രസമുള്ള സാധനമാണ്. നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. നല്ല കുഴപ്പമില്ല. ആ ഒരു നല്ല ഒരിതാണ്.
ചറുമുറു അങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? ചില ഫംഗ്ഷനുകൾ ഉണ്ടാവലുണ്ട്. കൊറോണ സമയത്താണ് കൂടുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട്. മുമ്പ് ചെറുക്കളുണ്ടായിരുന്നു. ചെറുക്കളത്തിന് നല്ല ഫേമസ് ആയിട്ട് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് നീലശ്വരത്ത് നിന്ന് പോലും ആൾ വന്നിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് നിന്ന് മുള്ളേര എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈടെയാണ് കൂടുതൽ ആൾ വരുന്നുള്ളത്. ഈ ചറുമുറു 5ഓളം വെറൈറ്റികളിലുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ സെലക്ട് ചെയ്തത് മുട്ടയാണ്. എന്തായാലും ഈ നാട്ടിലെത്തുന്ന ആളുകൾ ഒന്ന് പരീക്ഷിക്കാവുന്ന വിഭവമാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. അതിലൊരു മൊത്തത്തിലൊരു മിക്സ് മസാലയാണ്. ആ പേര് തന്നെയാണ് പ്രധാന ആകർഷണം. ചറുമുറു വെറൈറ്റിയാണ് ആ പേര്.